ഒന്ന് പാടെ പൈസ തരാ മനുഷ്യ. പൈസ വേണ്ട, നീ വണ്ടി എടുത്ത് പൊക്കോളാൻ പറഞ്ഞില്ലേ? സോറി സോറി. എന്താ പൈസ വേണ്ടെന്നൊക്കെ പറയുന്നു മനുഷ്യന്മാര്. ഇങ്ങനെയുണ്ട് ആൾക്കാര്. എടാ പൈസ ഉണ്ടാക്കാനോ. എടാ പോലീസ് വരുന്നതിന് മുന്നേ വേഗമാ വേഗമാ. സൗണ്ട് എവിടെ പരിചയമുണ്ടല്ലോ. ഹലോ ഉറപ്പല്ലേ വരുന്നില്ലാന്ന് ബ്രോ? ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളിവിടെ ഫാമിലിയാ. ഞങ്ങളുടെ ഏകദേശം ഒരു 2500 കോടി രൂപ ബാക്കപ്പ് ഉണ്ട്. ഒരു 35 ലക്ഷം ബ്ലാക്ക് കിട്ടിയാൽ പുളിക്കുവോ? നമുക്ക് വെറുതെ 2 പുട്ട് വാങ്ങി തിന്നൂടെ? അല്ലെങ്കിൽ വേണമെങ്കിൽ ബിരിയാണി ഉണ്ടാക്കി തിന്നൂടെ? അതുകൊണ്ടല്ല, ഇഷ്ടം പോലെ പൈസ ഉണ്ട്. ഈ പൈസ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. പിന്നെ ഒരു കോടി തരുമോ? ഏത് ഒരു കോടി വെച്ച് കൊടുക്കുന്നതില് എനിക്കും വേണം. എടാ ഇത് SRK, എടാ ഇത് നമ്മുടെ മറ്റേ സോറി സോറി SRK ഞങ്ങളൊരു 20 കോടി കൊടുക്കാനുണ്ട്. അത് മറ്റേ അല്ല, അത് ഓനെ മറ്റേ എന്താണ് നമ്മുടെ സാബ് ഗുരുവിന്റെ ഇവന്റിന് പങ്കെടുത്തിട്ട് അതിനകത്ത് ടോപ്പ് 10 ആൾക്കാരെ. ഞാനല്ല, ഓൻ കേറിയായിരുന്നു. ഓനുണ്ടായിരുന്നു, മുച്ചറി ഉണ്ടായിരുന്നു, പിന്നെ ആരുള്ള ചന്ദ്രൻ. അങ്ങനെ പറയല്ലേ. വാ, ആൾക്കാരെ കിട്ടാനില്ല, ആൾക്കാർക്കൊക്കെ ഭയങ്കര ഡിമാൻഡ്. ബ്രോ, എന്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും കട്ടും മോട്ടിച്ചും ജീവിക്കരുതെന്ന്. അച്ഛന്റെ പേരെന്താ? അറിഞ്ഞൂടാ. അച്ഛനിപ്പോ എവിടെ? അത് അറിഞ്ഞൂടാ. ഇതാരാ ഇത്? എന്റെ പേര് പരുന്തുവാസു. പടച്ച തമ്പുരാനെ, നല്ല ആളായിട്ട് പറഞ്ഞ. ഓക്കെ നിങ്ങള് കാര്യങ്ങൾ നടക്കട്ടെ, ഞാൻ പോയിട്ട് വരാം എന്നാല്. കേറടാ, നല്ല ആളത്തെ വർത്താനം പറഞ്ഞേ. കേറടാ. എന്താ ഇവിടെ നടക്കണേ? ഒരുത്ത എനിക്ക് പൈസ വേണ്ട. കേറി. അനക്ക് പൈസ വേണോ? അല്ല, നിക്ക് ആയിട്ടില്ല. അല്ല, നേരത്തെ പറഞ്ഞ 1 കോടി, അത് കിട്ടിയില്ല. ബാങ്കിലാ പൈസ ഇല്ലാവേ. ഇത് അങ്ങനെ പറഞ്ഞു വിടാൻ നോക്കണ്ട, നടക്കല്ലോ. തരാൻ പറ്റാത്തോണ്ടാണ് കേട്ടോ, വേറെ ഒന്നും. അത് വെച്ച് നമ്മൾക്ക് ഞങ്ങൾക്ക് പണിയെടുക്കുന്നവരോട് ഭയങ്കര റെസ്പെക്റ്റാ. ഈ മോട്ടിക്കുന്നവരടുത്ത് നമുക്ക് റെസ്പെക്ട് ഇല്ല. പണിയെടുക്കുന്നവരാണ് എത്ര പൈസ. അതെ, മോട്ടിക്കാൻ വേണ്ടിട്ട് അവിടെ ബാങ്കിന്റെ മുന്നിൽ പോയിട്ട് പൈസ താന്ന് പറഞ്ഞ പറ്റൂല. അത് അവിടെ പോയിട്ട് കുത്തി തുറക്കണം, കമ്പിപ്പാരട്ട് ഇത് അങ്ങോട്ട് തിരിക്കണം, കുറെ കോഡ് ഹാക്ക് ചെയ്യണം, ഒരുപാട് പണിയുണ്ട്. ഇത് അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാ. അല്ല, ഞാൻ ഇതുവരെ ഇത് ചെയ്യാത്തോണ്ട് ഇതിനകത്ത് അധ്വാനം ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. അതല്ലേ ഞാൻ പറഞ്ഞു, പഠിപ്പിച്ചത് ഭയങ്കര അധ്വാനം. ജിമ്മിലൊന്നും പോകണ്ട. എന്റെ മസിലൊക്കെ കണ്ടത് ഇത് കണ്ടോ? ഞാനില്ല, ഞാൻ പറഞ്ഞില്ല, എന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ? ഈ പരിപാടി ചെയ്യുന്നതിന് പകരം ഇവിടെ അല്ലാത്ത ജോബുകളില്ലേ, ലീഗൽ ജോബ്സ് ഇല്ലേ, അതൊക്കെ ചെയ്തു. ഓ, അത് വേർപ്പിന്റെ അസുഖം ഉണ്ടോ? ഇതൊന്നും AC ഇരുന്നിട്ട് ഫുള്ള് തുറന്ന് പൈസ ഉണ്ടാക്കാലോ. പോലീസ് പിടിച്ചാൽ AC കാറെ കൊണ്ടുപോകും. പോലീസ് നമ്മൾ പിടിക്കൂല. 11 പ്രാവശ്യം ഇപ്പൊ നമ്മളെ അടുപ്പിച്ച് ചെയ്യണ്. ഒരൊറ്റ പ്രാവശ്യം പോലീസ് പിടിച്ചിട്ടില്ല. അപ്പുകുട്ടൻ. ഒരൊറ്റ അപ്പുക്കുട്ടനുള്ള വേറെ അപ്പുക്കുട്ടൻ ഉണ്ടോ സിറ്റിയില്? എനിക്കറിയൂല. ഇവിടെ അപ്പുക്കുട്ടൻ, ഇവിടെ തുപ്പണത് മൊത്തം അപ്പുക്കുട്ടന്റെ മുന്നിൽ. അതെനിക്കറിയാം. സോറി, അതല്ല, ഇവിടെ തുപ്പിയാൽ അപ്പുക്കുട്ടനാ, എല്ലായിടത്തും അപ്പുക്കുട്ടനാ. അപ്പുക്കുട്ടനെ മുട്ടിട്ട് നടക്കാൻ വയ്യ അവിടെ. എന്നാ ശരി. എന്നാ പിന്നെ മറ്റേ പൈസ വയർ ചെയ്താ മതി. 54. സാറേ എന്നാ കാണാം. ശരി, ബൈ. ചന്ദ്രൻ വന്നേ, ചന്ദ്രനോട് പൈസ വാങ്ങാൻ പറയണേ. സാർക്കിനോട് പറയണം. നീകന്റെ ശബ്ദത്തിന് ഒരു സാമ്യം ഇല്ലടാ. ഒരുപാട് ആൾക്കാർ ഓരോരുത്തരാണ്. നിന്നെ കാണാൻ ഭയങ്കര ഭംഗിയല്ലേ? സൗണ്ടോ?
നീകനായിട്ട് ഇപ്പൊ അന്ന് പരിപാടിക്ക് സംസാരിച്ച ഓന്റെ സൗണ്ട് ഭയങ്കര വൃത്തിയുടെ സൗണ്ട് ആണല്ലോ. ഇന്റെ അങ്ങനെ അല്ലല്ലോ, ഇന്റെ അല്ല ഗംഭീരമുള്ള സൗണ്ട് അല്ലേ. സ്വന്തം സൗണ്ട് ഏത് നിലവാരമാണത്? അല്ല അവന്റെ ഭയങ്കര വൃത്തിയുടെ സൗണ്ട്, ഇന്റെ ഭയങ്കര ഗംഭീരമുള്ള സൗണ്ടാ ബ്രോ. അത് അങ്ങനെയല്ല സൗണ്ട് കേൾക്കാൻ പറ്റില്ലേ? എനിക്കിന്റെ സൗണ്ട് കേൾക്കാം, നല്ല ഒച്ചത്തിൽ